ചുമ്മാ ഓർത്ത് റോയൽ മാർട്ട് വരെ ഒന്ന് പോകാമെന്ന്. വെറുതെ ഒരു രസം. ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ റോയൽ മാർട്ടല്ല, കേരള മാർട്ടാണ്. കേരളത്തിലുള്ള സകല സാധനങ്ങളും ഇവിടെ ഉണ്ട്. തൊട്ട് കർപ്പൂരം വരെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ അവർ കുറേ ചുമന്ന സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമല്ലോ, വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലയോ, അതുകൊണ്ട് അവർ ബാക്കിയുള്ളവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കുന്നതാണ് വെറുതെ. ഇപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഒരു പൊട്ട് വാങ്ങിക്കാം, കാരണം വെറും കൈയോടെ ഇറങ്ങി പോകുന്ന ഒരു മോശമല്ലേ. അങ്ങനെ ഒരു സാധാരണ തൊടുന്നതിനെക്കാട്ടി ചെറിയൊരു പൊട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയതാണ്. ഈ പൊട്ടാണെങ്കിൽ 8 രൂപ ഉള്ളപ്പോൾ തൊട്ട് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വന്ന് അതിന് 15 രൂപയായി ഒരെണ്ണത്തിന്. പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതൊക്കെ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളൊരു ബ്രഷൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ഉപയോഗിക്കും? പിന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്തോ വാങ്ങിക്കാൻ വന്നാലും ചുമ്മാ മേളിൽ വരെ കയറിപ്പോകും, കാരണം നല്ല രസമാണ് കാണാൻ. അവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഫ്രെയിമും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു ഫ്രെയിമുണ്ട് ഇപ്പം കാണിക്കാൻ, ഇതാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ കത്തും. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പം ടിങ് ടിങ് എന്നൊക്കെ കേൾക്കുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, അതുപോലെ വിലയാണ് അവിടെ. ഒരു കുഞ്ഞു സാധനത്തിന് വരെ 500 കുറഞ്ഞ അവിടെ. പിന്നെ ആകെയുള്ളൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓഫറിന് സംഭവങ്ങളിടും. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. അങ്ങനെ പിന്നെ ലേസ് മാത്രം എടുത്തു. അത് വലുതായിരുന്നു. ചുമ്മാ റൂമിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഓർത്തു റോള് കഴിക്കാമെന്ന്. അങ്ങനെ ഇവിടുത്തെ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. കാരണം എല്ലായിടത്തും ചുമന്നിരിക്കും, ഇവിടെ ആണെങ്കിൽ ആ ചുമപ്പില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ജ്യൂസ് കടയുണ്ട്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് റോള് മാക്കം മുണുങ്ങി